ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ക്ലോസ്ലി അറിയാവുന്ന ഒരാളുടെ ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. ഈ ആൾ കല്യാണത്തിന് വേണ്ടിയിട്ട് മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഇട്ടേക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാട്രിമോണിയിൽ ഇത് കണ്ടിട്ട് ഒരാൾ വിളിക്കുന്നു, കല്യാണത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ആൾ ഓൾറെഡി ഇപ്പം താല്പര്യമില്ല, ഇപ്പോൾ കല്യാണം നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. കാരണം ആൾ നേരത്തെ ഒരു കല്യാണം ഉറപ്പിച്ചത് അത് വേണ്ടെന്നൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആൾക്കിനി ഒരു കല്യാണത്തിന് ഇപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആൾ വീണ്ടും ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. ആൾ തന്നെ വീട്ടിൽ ഈ ആളുടെ ഫാദറിനെയും മദറിനെയൊക്കെ കൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു, ഇവൻ തന്നെ ഇവരുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെയായി ഇവൻ തന്നെ ലാസ്റ്റ് ഈ പെൺകുട്ടിയുടെ പുറകിന് നടന്നിട്ട് ഫൈനലി അവൾ ഈ റിലേഷൻഷിപ്പ് ഓക്കെയാണ്, മാരേജിന് ഓക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവൻ പറയുന്നു ഇവൻ്റെ വീട്ടിലിത് സമ്മതിക്കില്ല. അവർ നോക്കുമ്പം ഇവൻ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇവർ ഭയങ്കര ലോയാണ്, അവരേക്കാളും ലോയാണ്. അവൻ്റെ വീട്ടുകാർ ഫിനാൻഷ്യലി ഭയങ്കര ഹൈയിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് അവൻ്റെ വീട്ടുകാർ അവൻ്റെ ചേട്ടന്മാരൊക്കെ കല്യാണം വാങ്ങിച്ചത് 100 പവനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. സോ അത്രയും ഒന്നും തരാനില്ലാതെ ഇത് നടക്കില്ല. പിന്നെ അവൻ്റെ ചേട്ടന്മാരുടെ വൈഫൊക്കെ കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ളവരാണ്. സോ ഇവളെ കാണാൻ അത്ര രസമൊന്നുമില്ല, അതുകൊണ്ട് ഈ ബന്ധം നടക്കില്ല. ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ബന്ധം നടക്കില്ല എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരാനും ഒന്നും പറ്റാത്ത സിറ്റുവേഷനായി. നമ്മൾ കുറേ കോമൺ ഫ്രണ്ട്സൊക്കെ ഇവനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ്, നീ എന്താണ് ഒരു തീരുമാനം എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല, ഞാനിത് മാരേജിൽ കൊണ്ടെത്തിച്ചോളാം, നിങ്ങളെനിക്ക് കുറച്ച് സമയം താ, ഞാനിത് മാരേജിൽ എത്തിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഇവൻ്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തി ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ അറിയുന്ന സമയത്ത് ഇവൻ ഇവളെ കൊണ്ട് തന്നെ അയാളെ വിളിച്ച് പറയിപ്പിക്കുന്നു, ഇല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറയിപ്പിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണല്ലോ, അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അവനിപ്പോൾ അത് വീട്ടിൽ ഭയങ്കര ഇഷ്യൂ ആകും, അതുകൊണ്ടാണ് അവൻ പതിയെ അത് അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇവൻ ലാസ്റ്റ് കംപ്ലീറ്റ്ലി പറയുന്നു, ഇവൻ അവളോട് ഒരിക്കലും പറയുന്നില്ല അവളെ കെട്ടാൻ പറ്റില്ല എന്ന് അവളോട് പറയുന്നത്, അവളുടെ ചുറ്റുമുള്ള ആളുകളോട് പറയുന്നത് എനിക്ക് പറ്റില്ല, എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന്. അപ്പം നമ്മൾ പറയുന്നു, വീട്ടിൽ നമ്മൾ ആരെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ അവളുടെ പേരൻസിനെയോ ആരെങ്കിലും വിട്ടിട്ട് നമ്മൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനവൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണ്. പകരം നമ്മൾ അറിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവന് വേറൊരു ഡോക്ടറുടെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ആ പെൺകുട്ടി കാണാനും ഭയങ്കര കുറച്ച് അടിപൊളിയാണ്. സോ അതപ്പോൾ അങ്ങനെ ഒരു ബന്ധം വന്നപ്പോൾ ഇവൻ പതിയെ ഇവളെ ഒഴിവാക്കണം. ഇവളാണെങ്കിലും ഡിപ്രഷനിലേക്കൊക്കെ അങ്ങ് താന്ന് പോയിട്ട് ഇവൾക്കിനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധം ഒരാളുമായും തുടങ്ങാതിരിക്കുക. അതാണായാലും പെണ്ണായാലും. കാരണം അവർ നിങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് അവരുടെ ഫുൾ ലൈഫ് നിങ്ങളെ വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കാണും. അപ്പം നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഓരോ സെക്കൻഡിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് വേറൊരു കല്യാണാലോചന വന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ. നിങ്ങൾ ഒരാളുടെയും ലൈഫ് വെച്ചിട്ട് കളിക്കരുത്. ഇന്ന് ഈ പെൺകുട്ടിക്ക് ഇവനില്ലാതെ ഒരു നിമിഷം ചിന്തിക്കാൻ പറ്റത്തില്ല. നാളെ ചിലപ്പോൾ ഈ പയ്യൻ്റെ കല്യാണം നടക്കുമ്പോൾ ഇവളെങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യാമെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. അത്രയും മോശം അവസ്ഥയിലേക്ക് അവൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാളുകളും ഒരു ആളുടെയും കണ്ണീര് വാങ്ങിച്ചുകൊണ്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ ഓർത്ത് ഒരാളുടെയും ലൈഫ് വെച്ചിട്ട് കളിക്കാതിരിക്കുക.